Hello everyone, welcome back to our 31-day English fluency course. Today is day 18 and we are learning one of the most useful skills in English communication, that is asking for help and directions. എല്ലാവർക്കും 18-ാമത്തെ ദിവസത്തിലെ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കുന്ന വിഷയം ആസ്കിംഗ് ഫോർ ഹെൽപ്പ് ആൻഡ് ഡയറക്ഷൻസ് ഇൻ ഇംഗ്ലീഷ്. ഇപ്പോൾ സഹായങ്ങൾ ചോദിക്കുന്നത് അല്ലെങ്കിൽ ദിശകൾ ചോദിക്കുന്നത് എങ്ങനെയാണ് ഇംഗ്ലീഷിലെന്നാണ് നമ്മൾ പഠിക്കുക. സോ ഇഫ് യു നോ ഹൗ ടു ആസ്ക് പൊളൈറ്റ്ലി പീപ്പിൾ വിൽ ഹാപ്പി ടു ഹെൽപ്പ് യു. ഇപ്പം നമ്മൾ ചോദിക്കുന്ന കാര്യങ്ങൾ കറക്റ്റായിട്ട് നമ്മൾ ബഹുമാനത്തോടെ ഭവ്യതയോടെ ചോദിക്കുമ്പോൾ ആളുകൾക്ക് നമ്മളെ സഹായിക്കാൻ ഒരു മനസ്സുണ്ടാവും. സോ ടുഡേയ്സ് ലെസൺ ഐ വിൽ ഹെൽപ്പ് യു ടു ആസ്ക് ഫോർ ഹെൽപ്പ് കോൺഫിഡൻ്റ്ലി, ask for directions politely, then understand directions easily. So learn some beautiful useful sentences in English. So let's get started. Okay, first sentence ഒരു ചോദ്യമാണ്. നിങ്ങൾക്ക് എന്നെ സഹായിക്കാമോ? ദയവായി നിങ്ങൾ എന്നെ സഹായിക്കാമോ? ഇങ്ങനെയുള്ള വാചകങ്ങൾ ചോദിക്കാൻ വേണ്ടി നമ്മൾ ഇംഗ്ലീഷിൽ ഉപയോഗിക്കുന്ന ചോദ്യ വാക്ക് അല്ലെങ്കിൽ സഹായ വാക്യമാണ് ക്യാൻ യു ഹെൽപ്പ് മീ. ക്യാൻ യു ഹെൽപ്പ് മീ. ക്യാൻ യു ഹെൽപ്പ് മീ. നിങ്ങൾ എന്നെ സഹായിക്കാമോ? എനിക്ക് നിങ്ങളുടെ സഹായം വേണം. ഐ നീഡ് യുവർ ഹെൽപ്പ്. ഐ നീഡ് യുവർ ഹെൽപ്പ്. ഇതെനിക്കൊന്ന് വിശദീകരിച്ച് തരാമോ? Can you explain this to me? Can you explain this to me? Can you explain this to me? ദയവായി അതൊന്ന് വീണ്ടും പറയാമോ? ഒരു പ്രാവശ്യം പറഞ്ഞപ്പോൾ അത് മനസ്സിലായില്ല അല്ലെങ്കിൽ അത് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ നമ്മൾ വീണ്ടും ചോദിക്കുവാണ്, ദയവായി അതൊന്ന് വീണ്ടും പറയാമോ? എങ്ങനെ ഇംഗ്ലീഷിൽ ചോദിക്കാം? Could you repeat that please? Could you repeat that please? ഇപ്പോൾ വളരെ സ്പീഡ് കൂട്ടിയാണ് പറയുന്നതെങ്കിൽ അത് പതുക്കെ പറയാമോ? അതെങ്ങനെ ചോദിക്കാം? കുഡ് യു റിപ്പീറ്റ് ദാറ്റ് സ്ലോലി? കുഡ് യു റിപ്പീറ്റ് ദാറ്റ് സ്ലോലി? ഇത് എങ്ങനെ ചെയ്യണമെന്ന് എനിക്കിത് കാണിച്ചു തരാം. അപ്പോൾ അത് പ്രോബ്ലം ആവാം, മാത്സിലേക്കുള്ള പ്രോബ്ലം ആവാം, അല്ലെങ്കിൽ ഡയഗ്രാം വരയ്ക്കുന്നതാവാം. അപ്പോൾ അതൊക്കെ എങ്ങനെയാണ് എന്നത് കാണിച്ചു തരാമോ? ക്യാൻ യു ഷോ മീ ഹൗ ടു ഡു ദിസ്? ക്യാൻ യു ഷോ മീ ഹൗ ടു ഡു ദിസ്? ഈ കണക്ക് ചെയ്യാൻ എന്നെ ഒന്ന് സഹായിക്കാമോ? ഈ തുകയൊന്ന് സോൾവ് ചെയ്യാൻ എന്നെ ഒന്ന് സഹായിക്കാമോ? പ്ലീസ് ഹെൽപ്പ് മീ സോൾവ് ദിസ് സം. പ്ലീസ് ഹെൽപ്പ് മീ സോൾവ് ദിസ് സം. ഈ ഹോംവർക്കിൽ എന്നെ ഒന്ന് സഹായിക്കാമോ? ഈ ഹോംവർക്ക് എനിക്കൊന്ന് പറഞ്ഞു തരാമോ അല്ലെങ്കിൽ സഹായിക്കാമോ? പ്ലീസ് ഹെൽപ്പ് മീ വിത്ത് ദിസ് ഹോംവർക്ക്. പ്ലീസ് ഹെൽപ്പ് മീ വിത്ത് ദിസ് ഹോംവർക്ക്. എൻ്റെ ഹോംവർക്ക് ഒന്ന് ചെക്ക് ചെയ്യാമോ? പരിശോധിക്കാമോ? എങ്ങനെ ചോദിക്കാം? ക്യാൻ യു ചെക്ക് മൈ ഹോംവർക്ക്? ക്യാൻ യു ചെക്ക് മൈ ഹോംവർക്ക്? ഈ പാഠം ഒന്ന് വിശദീകരിച്ച് തരാമോ? ഈ പാഠം ഒന്ന് വിശദീകരിക്കാമോ? ക്യാൻ യു എക്സ്പ്ലെയിൻ ദിസ് ലെസൺ? ക്യാൻ യു എക്സ്പ്ലെയിൻ ദിസ് ലെസൺ? അല്ലെങ്കിൽ ക്യാൻ യു എക്സ്പ്ലെയിൻ ദിസ് സെൻറ്റൻസ്? ക്യാൻ യു എക്സ്പ്ലെയിൻ ദിസ് പാരഗ്രാഫ്? ലൈക്ക് ദാറ്റ്. ഈ പാരഗ്രാഫ് എനിക്കൊന്ന് വായിച്ചു തരാമോ? ചിലർക്ക് വായിക്കാനൊക്കെ അറിയാം, അപ്പം വായിച്ചു തരാമോ? കുഡ് യു റീഡ് ദിസ് പാരഗ്രാഫ് ഫോർ മീ? കുഡ് യു റീഡ് ദിസ് പാരഗ്രാഫ് ഫോർ മീ? ഇനി ക്ലാസ് റൂമിൽ പ്രധാനമായിട്ടും ചോദിക്കുന്ന കുറച്ച് സഹായ വാക്കുകളൊക്കെ ഉണ്ട്. അപ്പോൾ എങ്ങനെ ചോദിക്കാം? നിങ്ങൾ എനിക്കൊരു പേന തരാമോ? നിങ്ങൾ എനിക്കൊരു പേന തരാമോ? എങ്ങനെ ചോദിക്കാം? ക്യാൻ യു ലെൻ മീ എ പെൻ? ക്യാൻ യു ലെൻ മീ എ പെൻ എന്ന് ചോദിക്കാം. അല്ലെങ്കിൽ പ്ലീസ് ഗിവ് മീ എ പെൻ എന്ന് ചോദിക്കാം. ക്യാൻ യു ഗിവ് മീ എ പെൻ എന്നും ചോദിക്കാം. അപ്പം 3 രീതിക്കും നമുക്ക് ചോദിക്കാം. എനിക്ക് ഈ നോട്ടൊന്ന് പകർത്താമോ? അതായത് ഞാൻ ഈ നോട്ടൊന്ന് എടുത്തോട്ടെ. അപ്പോൾ എങ്ങനെയാണ് ചോദിക്കുന്നത്? ക്യാൻ ഐ കോപ്പി ദ നോട്ട്സ്? ക്യാൻ ഐ കോപ്പി ദ നോട്ട്സ്? ക്യാൻ ഐ കോപ്പി ദ നോട്ട്സ്? ഇത് എനിക്കൊന്ന് വായിച്ചു തരാമോ? ക്യാൻ യു റീഡ് ദിസ് ഫോർ മീ? ക്യാൻ യു റീഡ് ദിസ് ഫോർ മീ? ടൈം ടേബിൾ ഒന്ന് പറഞ്ഞു തരാമോ? പ്ലീസ് ടെൽ മീ ദ ടൈം ടേബിൾ. പ്ലീസ് ടെൽ മീ ദ ടൈം ടേബിൾ. പരീക്ഷയ്ക്ക് തയ്യാറാകാൻ എന്നെ ഒന്ന് സഹായിക്കാമോ? പ്ലീസ് ഹെൽപ്പ് മീ പ്രിപ്പയർ ഫോർ ദ ടെക്സ്റ്റ്. പ്ലീസ് ഹെൽപ്പ് മീ പ്രിപ്പയർ ഫോർ ദി എക്സാം.
നാളെയുള്ള പരീക്ഷയെക്കുറിച്ച് എന്നെ ഒന്ന് ഓർമ്മിപ്പിക്കാവോ? ചിലപ്പോൾ ഞാൻ മറന്നു പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ നാളെ എന്നെ അതൊന്ന് ഓർമ്മിപ്പിക്കാവോ? നാളെയുള്ള പരീക്ഷയെക്കുറിച്ച് വൈകുന്നേരം എന്നെ ഒന്ന് ഓർമ്മിപ്പിക്കാമോ? Could you remind me about tomorrow's test? Could you remind me about tomorrow's test? ഹോംവർക്ക് എന്താണെന്നൊന്ന് പറഞ്ഞു തരാമോ? പ്ലീസ് ടെൽ മീ ദ ഹോംവർക്ക്. പ്ലീസ് ടെൽ മീ ദ ഹോംവർക്ക്. പ്ലീസ് ടെൽ മീ ദ ഹോംവർക്ക്. ഉത്തരം പറയാമോ? ഉത്തരം പറയാമോ? Could you tell me the answer? Could you tell me the answer? നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്ക് എനിക്കൊന്ന് ഷെയർ ചെയ്യാമോ? അതായത് ഞാൻ ടെക്സ്റ്റ് ബുക്ക് കൊണ്ടുവന്നില്ല, നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്ക് എന്നെയും കൂടി ഒന്ന് കാണിച്ചു തരാമോ? അതാണ് ചോദിക്കുക. ക്യാൻ യു ഷെയർ യുവർ ടെക്സ്റ്റ് ബുക്ക് വിത്ത് മീ? ക്യാൻ യു ഷെയർ യുവർ ടെക്സ്റ്റ് ബുക്ക് വിത്ത് മീ? ഈ ഗ്രാമർ വിഷയം എന്നെ ഒന്ന് പഠിപ്പിക്കാമോ? ഈ ഗ്രാമർ വിഷയം എന്നെ ഒന്ന് പഠിപ്പിക്കാമോ? പ്ലീസ് ടീച്ച് മീ ദിസ് ഗ്രാമർ ടോപ്പിക്. പ്ലീസ് ടീച്ച് മീ ദിസ് ഗ്രാമർ ടോപ്പിക്. പ്ലീസ് ടീച്ച് മീ ദിസ് ഗ്രാമർ ടോപ്പിക്. ഇംഗ്ലീഷ് പരിശീലിക്കാൻ എന്നെ സഹായിക്കാമോ? ഇംഗ്ലീഷ് പറയാനും പരിശീലിക്കാനും എഴുതാനും ഒക്കെ എന്നെ ഒന്ന് പഠിപ്പിക്കാമോ? ക്യാൻ യു ഹെൽപ്പ് മീ പ്രാക്ടീസ് ഇംഗ്ലീഷ്? ക്യാൻ യു ഹെൽപ്പ് മീ പ്രാക്ടീസ് ഇംഗ്ലീഷ്? ഈ ബോട്ടിൽ എനിക്ക് ഒന്ന് തുറന്നു തരാമോ? അല്ലെങ്കിൽ എനിക്ക് തുറക്കാൻ കഴിയുമോ? ഈ ബോട്ടിൽ എനിക്ക് തുറക്കാമോ? എങ്ങനെ ചോദിക്കുന്നത്? ക്യാൻ യു ഓപ്പൺ ദിസ് ബോട്ടിൽ ഫോർ മീ? ക്യാൻ യു ഓപ്പൺ ദിസ് ബോട്ടിൽ ഫോർ മീ? ഈ ബോട്ടിൽ എനിക്ക് ഒന്ന് തുറന്നു തരാമോ? എനിക്കൊന്ന് തുറന്നു തരാമോ? നിങ്ങളുടെ ചിത്രം എന്നെ ഒന്ന് കാണിക്കാമോ? നിങ്ങൾ വരച്ച ചിത്രമായിക്കോട്ടെ, അല്ലെങ്കിൽ നിങ്ങളുടെ ചിത്രമായിക്കോട്ടെ, എന്നെ ഒന്ന് കാണിക്കാമോ? ക്യാൻ യു ഷോ മീ യുവർ ഡ്രോയിങ്? ക്യാൻ യു ഷോ മീ യുവർ ഡ്രോയിങ്? ഈ കമ്പ്യൂട്ടർ ഉപയോഗിക്കാൻ എന്നെ സഹായിക്കാമോ? കമ്പ്യൂട്ടർ ഉപയോഗിക്കാൻ എനിക്ക് വലിയ പരിചയമില്ല, അപ്പോൾ ഇതൊന്ന് ഉപയോഗിക്കാൻ എന്നെ സഹായിക്കാമോ? കുഡ് യു ഹെൽപ്പ് മീ യൂസ് ദിസ് കമ്പ്യൂട്ടർ? ഇത് തന്നെ നമുക്ക് ക്യാൻ യു ചേർത്തും ചോദിക്കാം കേട്ടോ. ക്യാൻ യു ഹെൽപ്പ് മീ യൂസ് ദിസ് കമ്പ്യൂട്ടർ? ഓക്കെ, ഇനി നമുക്ക് വേണമെങ്കിൽ ചോദിക്കാം, പ്ലീസ് ഹെൽപ്പ് മീ യൂസ് ദിസ് കമ്പ്യൂട്ടർ. എൻ്റെ ബാഗ് കണ്ടെത്താനൊന്ന് സഹായിക്കാമോ? അത് എവിടെയാണ് ഞാൻ വെച്ചതെന്ന് മറന്നുപോയി, അതൊന്ന് കണ്ടെത്താൻ എന്നെ സഹായിക്കാമോ? കുഡ് യു ഹെൽപ്പ് മീ ഫൈൻഡ് മൈ ബാഗ്? കുഡ് യു ഹെൽപ്പ് മീ ഫൈൻഡ് മൈ ബാഗ്? എൻ്റെ സ്കൂൾ ബാഗ് തയ്യാറാക്കാൻ എന്നെ സഹായിക്കാമോ? പ്ലീസ് ഹെൽപ്പ് മീ പാക്ക് മൈ സ്കൂൾ ബാഗ്. പ്ലീസ് ഹെൽപ്പ് മീ പാക്ക് മൈ സ്കൂൾ ബാഗ്. ഈ കളി എന്നെ ഒന്ന് പഠിപ്പിക്കാമോ? ക്യാൻ യു ടീച്ച് മീ ദിസ് ഗെയിം? ക്യാൻ യു ടീച്ച് മീ ദിസ് ഗെയിം? സ്പോർട്സ് പരിശീലനത്തിൽ എന്നെ ഒന്ന് സഹായിക്കാമോ? സ്പോർട്സ് പരിശീലനത്തിൽ എന്നെ ഒന്ന് സഹായിക്കാമോ? കുഡ് യു ഹെൽപ്പ് മീ ഡ്യൂറിങ് സ്പോർട്സ് പ്രാക്ടീസ്? കുഡ് യു ഹെൽപ്പ് മീ ഡ്യൂറിങ് സ്പോർട്സ് പ്രാക്ടീസ്? ഈ ക്ലാസ് റൂം ഒന്ന് വൃത്തിയാക്കാൻ എന്നെ സഹായിക്കാമോ? പ്ലീസ് ഹെൽപ്പ് മീ ക്ലീൻ ദി ക്ലാസ് റൂം. പ്ലീസ് ഹെൽപ്പ് മീ ടു ക്ലീൻ ദ ക്ലാസ് റൂം. ദയവായി എനിക്ക് വേണ്ടി കാത്തിരിക്കുമോ? ദയവായി എനിക്ക് വേണ്ടി കാത്തിരിക്കുമോ? പ്ലീസ് വെയിറ്റ് ഫോർ മീ. പ്ലീസ് വെയിറ്റ് ഫോർ മീ. ക്ലാസ് റൂമിന് പുറത്ത് കാത്തിരിക്കാമോ? ക്ലാസ് റൂമിന് പുറത്ത് ഒന്ന് കാത്തിരിക്കുമോ? പ്ലീസ് വെയിറ്റ് ഔട്ട്സൈഡ് ദി ക്ലാസ് റൂം. പ്ലീസ് വെയിറ്റ് ഔട്ട്സൈഡ് ദി ക്ലാസ് റൂം. ഈ ബാഗ്, എൻ്റെ ഈ ബാഗ് കൂടി എനിക്ക് വേണ്ടി ഒന്ന് എടുത്തുകൊണ്ട് പോകാമോ? അങ്ങനെ ചോദിക്കുക. ക്യാൻ യു ക്യാരി ദിസ് ബാഗ് ഫോർ മീ? ക്യാൻ യു ക്യാരി ദിസ് ബാഗ് ഫോർ മീ? ഈ പുസ്തകങ്ങൾ എടുത്തുകൊണ്ട് പോകാൻ എന്നെ സഹായിക്കാമോ? ഈ പുസ്തകങ്ങൾ എടുത്തുകൊണ്ട് പോകാൻ എന്നെ ഒന്ന് സഹായിക്കാമോ? ക്യാൻ യു ഹെൽപ്പ് മീ ക്യാരി ദീസ് ബുക്സ്? ക്യാൻ യു ഹെൽപ്പ് മീ ക്യാരി ദീസ് ബുക്സ്? എനിക്ക് വേണ്ടി എൻ്റെ സുഹൃത്തിനെ ഒന്ന് വിളിക്കാമോ? കുഡ് യു കോൾ മൈ ഫ്രണ്ട് ഫോർ മീ? കുഡ് യു കോൾ മൈ ഫ്രണ്ട് ഫോർ മീ? പിന്നീട് ഇതെന്നെ ഓർമ്മിപ്പിക്കാവോ? ഇത് പിന്നെ എന്നെ ഒന്ന് ഓർമ്മിപ്പിക്കുമോ? പ്ലീസ് റിമൈൻഡ് മീ ലേറ്റർ. പ്ലീസ് റിമൈൻഡ് മീ ലേറ്റർ. സുഹൃത്തുക്കളിൽ നിന്ന്, നമ്മുടെ കൂട്ടുകാരിൽ നിന്നൊക്കെ ഒരു സഹായം നമ്മൾ ചോദിക്കുമ്പോൾ എങ്ങനെ ചോദിക്കാം? നിങ്ങൾ എൻ്റെ ഒപ്പം ഒന്ന് വരാമോ? ക്യാൻ യു കം വിത്ത് മീ? ക്യാൻ യു കം വിത്ത് മീ? ഇത് എനിക്ക് എടുത്തുകൊണ്ട് പോകാമോ? അല്ലെങ്കിൽ ഇത് എനിക്ക് വേണ്ടി ഒന്ന് എടുത്തുകൊണ്ട് പോകാമോ? ക്യാൻ യു ക്യാരി ദിസ് ഫോർ മീ? ക്യാൻ യു ക്യാരി ദിസ് ഫോർ മീ? എനിക്ക് വേണ്ടി അവനെ ഒന്ന് വിളിക്കാമോ? ക്യാൻ യു കോൾ ഹിം ഫോർ മീ? ക്യാൻ യു കോൾ ഹിം ഫോർ മീ? എനിക്കൊരു സീറ്റ് പിടിച്ചു വയ്ക്കാമോ? ഇപ്പോൾ ബസ്സിലൊക്കെ ആയിക്കോട്ടെ, അല്ലെങ്കിൽ മറ്റ് എന്തെങ്കിലുമൊക്കെ സ്ഥലങ്ങളിലായിക്കോട്ടെ, എനിക്കും കൂടി ഒരു സീറ്റ് പിടിച്ചു വെക്കൂ. അങ്ങനെ ചോദിക്കാം. ക്യാൻ യു സേവ് മീ എ സീറ്റ്? ക്യാൻ യു സേവ് മീ എ സീറ്റ്? ഈ പ്രശ്നത്തിൽ ഒന്ന് എന്നെ സഹായിക്കാമോ? ഇതൊന്ന് പരിഹരിക്കാൻ എന്നെ ഒന്ന് സഹായിക്കാമോ? പ്ലീസ് ഹെൽപ്പ് മീ വിത്ത് ദിസ് പ്രോബ്ലം. പ്ലീസ് ഹെൽപ്പ് മീ വിത്ത് ദിസ് പ്രോബ്ലം.
നിങ്ങൾ എനിക്കൊരു മാർഗനിർദ്ദേശം തരുക. ക്യാൻ യു ഗൈഡ് മീ? ക്യാൻ യു ഗൈഡ് മീ? നിങ്ങൾ എനിക്ക് ചില ഉപദേശം തരാമോ? കുറച്ച് ഉപദേശമൊക്കെ എനിക്ക് തരാമോ? എന്നെ ഇത് സഹായിക്കാമോ? കുഡ് യു ഗീവ് മീ സം അഡ്വൈസ്? കുഡ് യു ഗീവ് മീ സം അഡ്വൈസ്? Now we move to the next area, that is basic directions questions. അടിസ്ഥാനപരമായിട്ട് എങ്ങനെ വഴികൾ ചോദിക്കാം. അപ്പോൾ അതിനെ സഹായിക്കുന്ന കുറച്ച് വാക്യങ്ങളാണ് നമ്മൾ പഠിക്കുക. ഫസ്റ്റ് വൺ, ക്ഷമിക്കണം, ബസ് സ്റ്റോപ്പ് എവിടെയാണ്? നമ്മൾ ഇപ്പം ആരോടെങ്കിലും പരിചയമില്ലാത്തവർ ചോദിക്കുമ്പോൾ എങ്ങനെയാണ്? ഫസ്റ്റ് എക്സ്ക്യൂസ് മീ എന്ന് പറഞ്ഞ് അവരുടെ ഒരു അറ്റൻഷൻ മേടിച്ചെടുക്കണം. അതിനുശേഷം വേണം നമുക്ക് അവരോട് ചോദിക്കാൻ. എക്സ്ക്യൂസ് മീ, വേർ ഇസ് ദ ബസ് സ്റ്റോപ്പ്? എക്സ്ക്യൂസ് മീ, വേർ ഇസ് ദ ബസ് സ്റ്റോപ്പ്? ബസ് സ്റ്റോപ്പ് എവിടെയാണ്? എക്സ്ക്യൂസ് മീ, വേർ ഇസ് ദ ബസ് സ്റ്റോപ്പ്? അപ്പം അങ്ങനെ കൂട്ടി നമുക്ക് എന്ത് ചോദിക്കാം? വേർ ഇസ് ദ ഹോസ്പിറ്റൽ? വേർ ഇസ് ദ പോലീസ് സ്റ്റേഷൻ? വേർ ഇസ് ദ സ്കൂൾ? വേർ ഇസ് ദ ബാങ്ക്? എനിക്ക് വഴിയൊന്ന് കാണിച്ചു തരാമോ? അങ്ങോട്ടേക്കുള്ള വഴിയൊന്ന് കാണിച്ചു തരാമോ? Can you show me the way? Can you show me the way? ഇത് ശരിക്കുള്ള വഴിയാണോ? ഇതിലേ പോയാൽ മതിയോ? Is this the right road? Is this the right road? ഈ റെയിൽവേ സ്റ്റേഷനിലേക്ക് എങ്ങനെയാണ് പോകാൻ പറ്റണേ? എങ്ങനെ പോകാം റെയിൽവേ സ്റ്റേഷനിൽ? How can I reach the railway station? How can I reach the railway station? ആശുപത്രിയിലേക്ക് പോകുന്ന വഴി ഏതാണ്? ഇവിടെ കുറച്ച് വഴികളുണ്ട്. അപ്പോൾ അതിൽ ആശുപത്രിയിലേക്ക് പോകുന്ന വഴി ഏതാണ്? വിച്ച് ഈസ് ദ വേ ടു ദ ഹോസ്പിറ്റൽ? വിച്ച് ഈസ് ദ വേ ടു ദ ഹോസ്പിറ്റൽ? പാർക്കിലേക്കുള്ള ശരിയായ വഴിയാണോ ഇത്? ഇതിലേ പോയാൽ പാർക്കിൽ ചെല്ലുമോ? ഈസ് ദിസ് ദ കറക്റ്റ് റോഡ് ടു ദ പാർക്ക്? ഈസ് ദിസ് ദ കറക്റ്റ് റോഡ് ടു ദ പാർക്ക്? ഓഫീസിലേക്കുള്ള വഴി എന്നെയൊന്ന് കാണിച്ചു തരാം. Can you guide me to the office? Can you guide me to the office? ലൈബ്രറിയിലേക്കുള്ള വഴി എന്നെ ഒന്ന് കാണിച്ചു തരാമോ? Can you show me the way to the library? Can you show me the way to the library? പോലീസ് സ്റ്റേഷനിലേക്കുള്ള വഴി എന്നെ ഒന്ന് കാണിച്ചു തരാമോ? Could you guide me to the police station? Could you guide me to the police station? ഹോട്ടൽ എവിടെയാണെന്ന് പറയാമോ? ഹോട്ടൽ എവിടെയാണെന്ന് പറയാമോ? Can you tell me where the hotel is? Can you tell me where the hotel is? ഇവിടെ നിന്ന് സ്കൂൾ എത്ര ദൂരത്തിലാണ്? How far is the school from here? How far is the school from here? ഇവിടെ അടുത്തൊരു ബാങ്ക് ഉണ്ടോ? ഇവിടെ അടുത്ത് ബാങ്ക് ഉണ്ടോ? Is there a bank near here? Is there a bank near here? എനിക്ക് അവിടേക്ക് നടന്നു പോകാമോ? എനിക്ക് അവിടേക്ക് നടന്നു പോകാമോ? ഞാൻ വണ്ടിക്ക് പോകണോ എന്നുള്ള അർത്ഥത്തിൽ. Can I walk there? Can I walk there? അത് അടുത്താണോ? Is it nearby? Is it nearby? പോസ്റ്റ് ഓഫീസ് അടുത്താണോ? Is the post office nearby? Is the post office nearby? ടൗണിലേക്ക് പോകുന്ന ബസ് ഏതാണ്? Which bus goes to the town? Which bus goes to the town? എനിക്ക് ടാക്സി എവിടെ നിന്ന് കിട്ടും? എനിക്ക് എവിടെ നിന്നാണ് ടാക്സി കിട്ടും? Where can I find a taxi? Where can I find a taxi? അവിടെ എത്താൻ എത്ര സമയം എടുക്കും? ഏകദേശം എത്ര സമയം എടുക്കും അവിടെ എത്താൻ? How long will it take to reach there? How long will it take to reach there? ഞാൻ ഏത് വഴി പോകണം? ഞാൻ ഏത് വഴി പോകണം? Which road should I take? Which road should I take? Okay, now we focus on the next area, that is giving directions. വഴി പറഞ്ഞു കൊടുക്കും. ഇപ്പം വഴി ചോദിക്കുന്നത് നമ്മൾ കണ്ടു. പിന്നെ വഴി പറഞ്ഞു കൊടുക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. നേരെ പോകൂ, നേരെ പോകൂ, നേരെ പൊക്കോളൂ. Go straight, go straight. ഇടത്തോട്ട് തിരിയൂ. Turn left. വലത്തോട്ട് തിരിയൂ. Then turn right. Turn right. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ പറയാം നേരെ പോയിട്ട് വലത്തോട്ട് തിരിയൂ. Go straight and then turn right. അല്ലേ? അപ്പം നേരെ പോകുന്നുള്ളതിന് go straight.
ഇടത്തോട്ട് തിരിയൂ, ടേൺ ലെഫ്റ്റ്. വലത്തോട്ട് തിരിയൂ, ടേൺ റൈറ്റ്. അത് ബാങ്കിൻ്റെ സമീപത്താണ്. നമ്മൾ പറഞ്ഞ സ്ഥലം ബാങ്കിൻ്റെ സമീപത്താണ്. ഇറ്റ് ഈസ് നിയർ ദ ബാങ്ക്. ഇറ്റ് ഈസ് നിയർ ദ ബാങ്ക്. അത് സ്കൂളിൻ്റെ എതിർവശത്താണ്. ഇപ്പോൾ ഒരു ഷോപ്പ് ആയിക്കോട്ടെ, ഒരു ചർച്ച ആയിക്കോട്ടെ, അല്ലേ? അപ്പോൾ അത് സ്കൂളിൻ്റെ എതിർവശത്താണ്. അപ്പോൾ അതെങ്ങനെ പറയുന്നു? ഇറ്റ് ഈസ് ഓപ്പോസിറ്റ് ദ സ്കൂൾ. ഇറ്റ് ഈസ് ഓപ്പോസിറ്റ് ദ സ്കൂൾ. ഇനി ആശുപത്രി സ്കൂളിൻ്റെ എതിർവശത്താണ്. ദ ഹോസ്പിറ്റൽ ഈസ് ഓപ്പോസിറ്റ് ദ സ്കൂൾ. നമുക്കിതുപോലെ ആശുപത്രിയുടെയും സ്കൂളിൻ്റെയും ഒക്കെ സ്ഥാനത്ത് മറ്റ് കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യുവാണെങ്കിൽ നമുക്ക് വാചകങ്ങൾ ഇനിയും നിർമ്മിക്കാം. ദ പോലീസ് സ്റ്റേഷൻ ഈസ് ഓപ്പോസിറ്റ് ദ ബേക്കറി, അല്ലേ? അപ്പോൾ അങ്ങനെ നമുക്ക് എന്തും പറഞ്ഞ് ശരിയാക്കാം. ബസ് സ്റ്റോപ്പ് സൂപ്പർ മാർക്കറ്റിൻ്റെ സമീപത്താണ്, അടുത്താണ്. ദ ബസ് സ്റ്റോപ്പ് ഈസ് ബിസൈഡ് ദ സൂപ്പർ മാർക്കറ്റ്. ദ ബസ് സ്റ്റോപ്പ് ഈസ് ബിസൈഡ് ദ സൂപ്പർ മാർക്കറ്റ്. കട ബസ് സ്റ്റാൻഡിൻ്റെ അടുത്താണ്. ആ കട ബസ് സ്റ്റാൻഡിൻ്റെ അടുത്താണ്. ദ ഷോപ്പ് ഈസ് ബിസൈഡ് ദ ബസ് സ്റ്റാൻഡ്. ദ ഷോപ്പ് ഈസ് ബിസൈഡ് ദ ബസ് സ്റ്റാൻഡ്. ആദ്യം ശ്രദ്ധയോടെ റോഡ് മുറിച്ച് കടക്കൂ. ക്രോസ് ദ റോഡ് കെയർഫുള്ളി. ക്രോസ് ദ റോഡ് കെയർഫുള്ളി. ആദ്യത്തെ ഇടത്തോട്ട് തിരിയണം. ആദ്യം കാണുന്ന ആ ഇടത്തോട്ട് തിരിയണം. ടേക്ക് ദ ഫസ്റ്റ് ലെഫ്റ്റ്. ടേക്ക് ദ ഫസ്റ്റ് ലെഫ്റ്റ്. ഇനി രണ്ടാമത്തെ ആ വലത്തോട്ട്. ആദ്യം ഒരു വലത്തോട്ട് തിരിഞ്ഞു, ഇനി രണ്ടാമത്തെ സ്ഥലത്ത് വലത്തോട്ട് തിരിയണം. ടേക്ക് ദി സെക്കൻഡ് റൈറ്റ്. ടേക്ക് ദി സെക്കൻഡ് റൈറ്റ്. അവിടെ നിങ്ങൾക്കൊരു ആശുപത്രിയാണ്. യു വിൽ സി എ ഹോസ്പിറ്റൽ ദെയർ. യു വിൽ സി എ ഹോസ്പിറ്റൽ ദെയർ. ഇപ്പം ജംഗ്ഷനിൽ നിന്ന് ഇടത്തോട്ട് തിരിയണം. ജംഗ്ഷനിൽ ചെന്നിട്ട് അവിടുന്ന് ഇടത്തോട്ട് തിരിയണം. ടേൺ ലെഫ്റ്റ് അറ്റ് ദി ജംഗ്ഷൻ. ടേൺ ലെഫ്റ്റ് അറ്റ് ദി ജംഗ്ഷൻ. ഇനി ജംഗ്ഷനിൽ ചെന്നിട്ട് വലത്തോട്ട് തിരിയണം. അപ്പോൾ എങ്ങനെ പറയണം? ടേൺ റൈറ്റ് അറ്റ് ദി ജംഗ്ഷൻ. ടേൺ റൈറ്റ് അറ്റ് ദി ജംഗ്ഷൻ. ഇനി ബാങ്കിൻ്റെ സമീപത്ത് നിന്ന് വലത്തോട്ട് തിരിയും. ബാങ്കിൻ്റെ സമീപത്ത് നിന്ന് വലത്തോട്ട് തിരിയും. ടേൺ റൈറ്റ് നിയർ ദ ബാങ്ക്. ടേൺ റൈറ്റ് നിയർ ദ ബാങ്ക്. നേരെ നടന്ന് റോഡ് ക്രോസ് ചെയ്ത് പോകൂ. വാക്ക് സ്ട്രെയിറ്റ് ആൻഡ് ക്രോസ് ദ റോഡ്. വാക്ക് സ്ട്രെയിറ്റ് ആൻഡ് ക്രോസ് ദ റോഡ്. ഇനി പാർക്ക്. പാർക്ക് പള്ളിയുടെ പിറകിലായിട്ടാണ്. ദ പാർക്ക് ഈസ് ബിഹൈൻഡ് ദി ചർച്ച്. ദ പാർക്ക് ഈസ് ബിഹൈൻഡ് ദ ചർച്ച്. കട ബേക്കറിയുടെ സമീപത്താണ്. നമ്മൾ ഉദ്ദേശിക്കുന്ന കട ബേക്കറിയുടെ സമീപത്താണ്. ദ ഷോപ്പ് ഈസ് നെക്സ്റ്റ് ടു ദ ബേക്കറി. ദ ഷോപ്പ് ഈസ് നെക്സ്റ്റ് ടു ദി ബേക്കറി. സിഗ്നൽ കടന്നു പോകൂ. അവിടെ ഒരു സിഗ്നൽ പോയിന്റ് ഉണ്ട്, അത് കടന്നു പോകൂ. ഗോ പാസ്റ്റ് ദ സിഗ്നൽ. ഗോ പാസ്റ്റ് ദ സിഗ്നൽ. ഇപ്പോൾ നിങ്ങൾ അന്വേഷിക്കുന്ന ആ ഓഫീസ് ഈ സ്ട്രീറ്റിൻ്റെ അവസാനമാണ്. അപ്പോൾ അതെങ്ങനെ പറയാം? ദ ഓഫീസ് ഈസ് അറ്റ് ദി എൻഡ് ഓഫ് ദി സ്ട്രീറ്റ്. ദ ഓഫീസ് ഈസ് അറ്റ് ദി എൻഡ് ഓഫ് ദി സ്ട്രീറ്റ്. നിങ്ങളുടെ ഇടതുവശത്തൊരു ലൈബ്രറിയാണ്. എങ്ങനെ പറയണം? യു വിൽ സീ ദ ലൈബ്രറി ഓൺ യുവർ ലെഫ്റ്റ്. യു വിൽ സീ ദ ലൈബ്രറി ഓൺ യുവർ ലെഫ്റ്റ്. യു വിൽ സീ ദ ലൈബ്രറി ഓൺ യുവർ ലെഫ്റ്റ്. അത് ഇവിടെ നിന്ന് വളരെ അടുത്താണ്. എങ്ങനെ പറയാം? ഇറ്റ്സ് വെരി ക്ലോസ് ഫ്രം ഹിയർ. ഇറ്റ് ഈസ് വെരി ക്ലോസ് ഫ്രം ഹിയർ. അത് ഇവിടെ നിന്ന് വളരെ അടുത്താണ്. ഇറ്റ് ഈസ് വെരി ക്ലോസ് ഫ്രം ഹിയർ. നിങ്ങൾക്ക് അവിടെ ബസ്സിലെത്താം. എന്താ പറയാം? യു ക്യാൻ റീച്ച് ദർ ബൈ ബസ്. യു ക്യാൻ റീച്ച് ദർ ബൈ ബസ്. Excellent, dear friends. You have successfully completed day 18 of the 31 day English fluency course. Today you learned how to ask for help, how to ask for directions, how to give directions, or real life English conversations. So if you found this lesson helpful, like the video and share with it your friends. Subscribe my channel for the upcoming topics. Then please turn on the notification button. Tomorrow we will learn another powerful communication skill that will make your English even more fluent. Until then, keep practicing, keep speaking, keep improving. See you in day 19. Bye.